നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 1.5 ലക്ഷത്തിലധികം യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു വലിയ സർപ്രൈസ് അവതരിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ. മറുഭാഗത്ത് കർഷകരെ, രാജ്യത്താകമാനമുള്ള കർഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതുവർഷ സമ്മാനം തന്നെയാണ് മോദി സർക്കാർ നൽകുന്നത്. 69,500 കോടി രൂപയുടെ വമ്പൻ പദ്ധതി. ആദ്യം പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് തന്നെ പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന 2025-26 കാലഘട്ടം വരെ നീട്ടി. അതിൻ്റെ വിഹിതം 69,515 കോടിയാക്കി ഉയർത്തിയാണ് കർഷകരെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഒരു പുതുവർഷ സമ്മാനമായി പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ്, നരേന്ദ്രമോദി തന്നെ അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗമനമായിക്കോട്ടെ, മുന്നോട്ട് പോകായിക്കോട്ടെ, അതിനൊക്കെ തന്നെ അടിത്തറ എന്ന് പറയുന്നത് കർഷകരാണ്. അവരെ പിന്തുണച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ രാജ്യത്തിന് കൂടുതൽ വളർച്ച കൈവരിക്കാനായി സാധിക്കൂ. ഈ 69,000 കോടി രൂപയുടെ പ്രയോജനം 4 കോടി കർഷകർക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ക്ലെയിമുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും. എൻറോൾമെൻറ്റും കവറേജും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കും. ഫസൽ ബീമാ യോജന വളരെ എളുപ്പമാക്കാൻ, സാധാരണക്കാർക്ക് മനസ്സിലാകാൻ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ തന്നെ ഭേദഗതി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം തന്നെ 824 കോടിയുടെ കോർപ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി രൂപീകരിച്ച് മുന്നോട്ട് പോകും. എസ്ടെക്, വിൻസ് തുടങ്ങിയ സാങ്കേതിക സംരംഭങ്ങൾക്കും പഠന വികസന കേന്ദ്രങ്ങൾക്കും ഗവേഷക കേന്ദ്രങ്ങൾക്കും കൂടുതൽ ധനസഹായം നൽകി കാർഷിക മേഖലയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇനി അടുത്തതായി പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ലൊരു നീക്കം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്നിരിക്കുന്നത്. 1 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന വലിയൊരു പദ്ധതി. അതിന് മുന്നിൽ നിൽക്കുന്നതാകട്ടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. അദ്ദേഹം കൊയിലാണ്ടി പുതിയാപ്പ ആർത്തുങ്കൽ ഫിഷിംഗ് ഹാർബർ വികസന പ്രവർത്തനങ്ങളാണ് നേരിട്ട് കണ്ട് വിലയിരുത്തിയിരിക്കുന്നത്. കാരണം രാജ്യത്ത് കേന്ദ്ര സർക്കാർ ക്ലൈമറ്റ് റെസിലിയന്റ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജായി തിരഞ്ഞെടുത്ത 6 ഗ്രാമങ്ങളുണ്ട്. ഈ 6 ഗ്രാമങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തോട്ടപ്പള്ളി ഗ്രാമമാണ്. അദ്ദേഹം അവിടെയും ഒരു സന്ദർശനം നടത്തിയിരുന്നു. കാരണം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിലടക്കം അടിസ്ഥാന സൗകര്യ വികസനം മുന്നിൽ കണ്ട് അവിടങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് 5ഓളം പദ്ധതികളാണ് ആരംഭിച്ചിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 30 അതിൻ്റെ ഒരു തറക്കല്ലിടൽ പദ്ധതി പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിൽ 126 കോടിയുടെ പദ്ധതിയാണ്. മത്സ്യസമ്പദ യോജന പ്രകാരം 4 പദ്ധതികളുമാണ്. ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് വഴി 161 കോടി രൂപയുടെ മുതൽ മുടക്കുള്ള ഫിഷിംഗ് ഹാർബർ പദ്ധതിയുമൊക്കെ ഇതിൽ ഉൾപ്പെടുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും 1.5 ലക്ഷത്തോളം ആളുകൾക്ക് പുതിയൊരു തൊഴിലവസരമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം 1,47,522 പുതിയ തൊഴിലവസരങ്ങളാണ് ഇതിലുണ്ടാകുന്നത്. ഇതുകൂടാതെ 2 ലക്ഷത്തിലധികം പുതിയ തൊഴിലുകൾ അനുബന്ധ മേഖലയിലും സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യം. ആകെ മൊത്തം 3.5 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകുന്നു എന്നുള്ള വലിയൊരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പ ഹാർബർ നവീകരണവും ആധുനികവൽക്കരണത്തിനുമായി 16 കോടി രൂപ ചിലവായി അനുവദിച്ചിട്ടുണ്ട്. 24,500 മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്രവിഹിതം 9.63 കോടി രൂപയാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ കൊയിലാണ്ടി ഹാർബർ നവീകരണവും ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് 20 കോടി രൂപ, ഏകദേശം 21 കോടി രൂപയോളം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 12.5 കോടി രൂപ കേന്ദ്രവിഹിതവുമാണ്. തീരദേശ മത്സ്യഗ്രാമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി വികസിപ്പിക്കാൻ വേണ്ടിയാണ് PMMSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലൈമറ്റ് റെസിലിയന്റ് കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ PMMSYയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും 6 മത്സ്യഗ്രാമങ്ങളെയും പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 100% കേന്ദ്ര സഹായത്തോടെ ഈ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്യും. ഓരോ മത്സ്യഗ്രാമത്തിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഗുണമാകുന്ന രീതിയിൽ വരുമാനദായക പദ്ധതികളായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതായത് നഷ്ടത്തിലേക്ക് കടക്കുന്നില്ല, ആരൊക്കെ ഇടപെടുന്നോ അവർക്കൊക്കെ തന്നെ നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് മത്സ്യഗ്രാമത്തിലെ പൊതുവായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിലൂടെ തന്നെ നടപ്പിലാക്കും. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 6 മത്സ്യഗ്രാമങ്ങളിൽ ഒന്ന് തോട്ടപ്പള്ളി മത്സ്യഗ്രാമമാണ്. അവിടെയും വലിയ നേട്ടങ്ങൾ തന്നെയായിരിക്കും ഓരോ ദിവസവും ഇനി സംഭവിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.